ആരാധകരും സിനിമാ ലോകവുമെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വിജയ് ചിത്രം ജനനായകനായി. സിനിമാ ജീവിതത്തോട് വിട പറയുന്ന വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രമെന്ന നിലയിൽ ജനനായകൻ ഏറെ നിർണായകമാണ്. ചിത്രത്തിന് വൻ വരവേൽപ്പ് നൽകാൻ തന്നെയാണ് ആരാധകരുടെ തയ്യാറെടുപ്പ്. തങ്ങളുടെ പ്രിയ താരത്തിന് അവസാന നിമിഷം മറ്റെന്തിനേക്കാളും വലിയൊരു ഉത്സവമാക്കി മാറ്റുകയാണ് ആരാധകരുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ട്രെയിലറും ചർച്ചയായി മാറിയിട്ടുണ്ട്. ചിത്രത്തിന്റെ പ്രീ ബുക്കിംഗ് പറവറക്കുകയാണ്. വിജയ് ചിത്രങ്ങളുടെ എല്ലാ ചേരുവകളും കോർത്തിണക്കിയൊരു മാസ് ആക്ഷൻ ചിത്രമായിരിക്കും ജനനായകൻ. ട്രെയിലറിലുള്ള റെഫറൻസുകളെല്ലാം ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട്. ജനനായകനായി താരങ്ങൾ വാങ്ങിയ പ്രതിഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായി മാറിയിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം അവസാന സിനിമയ്ക്കായി വിജയ് വാങ്ങുന്നത് 220 കോടിയാണ്. സംവിധായകൻ എച്ച് വിനോദിന്റെ പ്രതിഫലം 25 കോടിയും സംഗീത സംവിധായകൻ അനിരുദ്ധിന് ലഭിക്കുന്നത് 13 കോടിയാണ്. നായിക പൂജ ഹെഗ്ഡെയ്ക്കും വില്ലനായെത്തുന്ന ബോബി ഡിയോളിനും ലഭിക്കുന്നത് 3 കോടി വീതമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മലയാളി താരം മമിത ബൈജുവും ചിത്രത്തിലൊരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. വിജയ് മമിത കഥാപാത്രങ്ങളുടെ ബന്ധമാണ് സിനിമയുടെ മുഖ്യ ആകർഷണം. ജനനായകനിൽ മമിതയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലം 60 ലക്ഷമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. താരങ്ങൾക്കായി മൊത്തം സിനിമ ചെലവിടുന്നത് 272.6 കോടിയാണെന്നും 80 കോടിയാണ് സിനിമയുടെ നിർമ്മാണ ചെലവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 380 കോടിയാണ് സിനിമയുടെ ആകെ ചെലവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം ട്രെയിലർ വന്നതിനു പിന്നാലെ തെലുങ്കു ചിത്രം ഭഗവത് കേസരിയുടെ റീമേക്കാണ് ജനനായകൻ എന്ന വാദവും ശക്തമായിട്ടുണ്ട്. തെലുങ്കു ചിത്രത്തിലെ അതേ ഫ്രെയിമുകൾ പോലും ജനനായകനിൽ ആവർത്തിക്കുന്നതായാണ് ആരാധകരുടെ വിമർശനം. ജനുവരി 9-നാണ് ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തുക.